ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ കുഞ്ഞുങ്ങളെ, നിങ്ങളെ ഏവരെയും പ്രഭാതവചനത്തിലേക്ക് വളരെ സ്നേഹത്തോടെ വിനയത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സ്ലീഹ നോമ്പിൻ്റെ 13 നോമ്പിൻ്റെ 4-ാമത്തെ ദിവസം. ഈ വർഷത്തിലെ 170-ാമത്തെ ദിവസം ആണ് ഇന്ന് 541-ാമത്തെ എപ്പിസോഡ് പബ്ലിഷ് ചെയ്യുന്നതിനായി ദൈവത്തിൽ ശരണപ്പെടുന്നു. ഇന്നത്തെ ചിന്താവിഷയം 13 നോമ്പിൻ്റെ 4-ാമത്തെ ദിവസം. 13 നോമ്പിൻ്റെ 4-ാമത്തെ ദിവസം 19 ജൂൺ സ്ലീഹ നോമ്പിൻ്റെ 4-ാമത്തെ ദിവസം. വിശുദ്ധ ചെറിയ യാക്കോബ് അൽഫായുടെ മകനെ ഓർത്താണ് ഇന്ന് നാം ഈ ദിവസത്തെ ആചരിക്കുന്നത്. മത്തായി സ്ലീഹായും ഈ യാക്കോബ് സ്ലീഹായും സഹോദരന്മാർ ആയിരിക്കണം. അതിന് 2 വാക്യങ്ങളുണ്ട്. ഒന്ന് മത്തായി 9:9, 2 മർക്കോസ് 2:14. വേദപുസ്തകത്തിൽ സ്ലീഹന്മാരുടെ പട്ടികയിൽ മാത്രം കാണുന്ന ഈ യാക്കോബും മത്തായിയെ പോലെ ചുങ്കക്കാരനായിരിക്കാനാണ് കൂടുതൽ സാധ്യത. പൊതുവെ വിശ്വസിക്കപ്പെടുന്നത് വിശുദ്ധ യാക്കോബ് ഈജിപ്തിൻ്റെയും അറേബ്യയുടെയും പേർഷ്യയുടെയും ചില ഭാഗങ്ങളിൽ സുവിശേഷം അറിയിച്ചു എന്നത് ആണ്. ഈ യാക്കോബ് സ്ലീഹായാണ് യാക്കോബിൻ്റെ ലേഖനം എഴുതിയത് AD 45-നും 50-നും ഇടയിൽ. പുതിയ നിയമത്തിലെ 20-ാമത്തേതും സാർവത്രിക ലേഖനത്തിൽ ആദ്യത്തേതും ആണ് ഈ ലേഖനം. ഈ ലേഖനത്തിൻ്റെ രചയിതാവ് കർത്താവിൻ്റെ സഹോദരനും യെരുശലേമിൻ്റെ 1-ാമത്തെ പ്രധാനാചാര്യനും യെരുശലേം സുന്നഹദോസിൻ്റെ അധ്യക്ഷനും ആയിരുന്നു. AD 49 മുതൽ 50 വരെയുള്ള കാലയളവുകളിലാണ് സുന്നഹദോസിൻ്റെ അധ്യക്ഷനായിട്ട് ഇരുന്നത് എന്ന് ചരിത്രം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. വിശുദ്ധ കുർബാന തക്സ ചമച്ചതും ഈ യാക്കോബ് സ്ലീഹ തന്നെയാണ് എന്ന് ചരിത്രം നമ്മെ മനസ്സിലാക്കിക്കുന്നു. വിശുദ്ധ മത്തായി 13:55, മർക്കോസ് 6:3, ഗലാത്യർ 1:19, അപ്പോസ്തല പ്രവൃത്തികൾ 12:13-15 എന്നീ വേദഭാഗങ്ങൾ പരിശോധിക്കുമ്പോൾ യാക്കോബ് സ്ലീഹ കർത്താവിൻ്റെ സഹോദരനാണ് എന്ന് സമർത്ഥിക്കുന്നു. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ശുദ്ധീകരിക്കപ്പെട്ടവൻ, വേർതിരിക്കപ്പെട്ടവൻ, വീഞ്ഞും മാംസവും ഉപയോഗിക്കാത്തവൻ, ക്ഷൗരം ചെയ്യാത്തവൻ, നിഷ്ഠയായ അനുഷ്ഠാനങ്ങളുള്ളവൻ, പുണ്യവാൻ എന്ന് ജീവിതകാലത്ത് തന്നെ വിളിക്കപ്പെട്ടവൻ ആണ് ഈ സ്ലീഹ. കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ യാക്കോബ് ക്രിസ്തുവിനെ വിശ്വസിച്ചിരുന്നില്ല എന്ന് യോഹന്നാൻ 7:3-5 എന്നീ വാക്യങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നുണ്ട്. എന്നാൽ കർത്താവിൻ്റെ ഉദ്ധാനത്തിന് ശേഷം യാക്കോബിന് പ്രത്യക്ഷനാകുകയും അപ്പോസ്തല പ്രവൃത്തികൾ 15:7 അദ്ദേഹം ക്രിസ്തുവിൽ വിശ്വസിക്കുകയും അതേ തുടർന്ന് കർത്താവ് പറഞ്ഞു കൊടുത്ത പ്രകാരം തക്സ എഴുതുകയും ആദ്യമായി സെഹ്യോൻ മാളികയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുകയും ചെയ്തതായി ചരിത്രം പഠിപ്പിക്കുന്നു. ബത്നൻ ഫൊസറൂഗിൽ വെച്ച് വിശുദ്ധ യാക്കോബ് കുരിശിൽ തറയ്ക്കപ്പെട്ടു രക്തസാക്ഷിയായി എന്ന് ചരിത്രം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. നാം ഇതിൽ നിന്ന് ഓരോന്നിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത് എന്തെന്ന് ചോദിച്ചാൽ, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചിരുന്ന സ്ലീഹന്മാരെ അന്ന് ഒരുപാട് കഷ്ടങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും യാതനകളും അനുഭവിക്കേണ്ടതായി വന്നു. എന്നിരുന്നാൽ തന്നെയും അവർ അതിൽ നിന്നും പിന്മാറാതെ അവർ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ അവരെ എന്ത് പഠിപ്പിച്ചുവോ അതിൽ അവർ മുറുകെ പിടിച്ചിരുന്നു എന്ന് നമുക്ക് ഏവർക്കും മനസ്സിലാക്കുവാൻ സാധിക്കും. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ അതിന് നമുക്ക് സാധിക്കുന്നുവോ എന്ന് നാം ഒന്ന് നമ്മോട് തന്നെ ചോദിക്കേണ്ടിയിരിക്കുന്നു. യാക്കോബ് സ്ലീഹ പൊതുവിനെഴുതിയ ലേഖനത്തിൽ 5 അധ്യായവും 108 വാക്യങ്ങളുമാണ് എന്നുള്ള വിവരം നമുക്ക് ഏവർക്കും അറിയാം. അദ്ദേഹം തക്സ എഴുതിയ അവസരത്തിലും ആ കർത്താവായ യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെട്ട് എപ്രകാരം എഴുതണമെന്ന് പറഞ്ഞു അപ്രകാരം എഴുതിയെന്നാണ് ചരിത്രം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ
കർത്താവിൻ്റെ സഹോദരൻ കൂടിയായിരുന്നു. യെരുശലേമിലെ സുന്നതോസിൻ്റെ അധ്യക്ഷനായിരുന്നു എന്നൊക്കെ ചരിത്രം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെയും നാം മനസ്സിലാക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൽ ശരണപ്പെടുന്ന ഒരുവനും ഒരിക്കലും ദോഷം സംഭവിക്കുകയില്ല. അവന് ഈ ലോകത്തിലെ സുഖങ്ങളെ വിട്ട് ആ കർത്താവിനോട് ചേർന്ന് കഴിയുമ്പോൾ അവന് എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകും. അവൻ ഇമ്പങ്ങളുടെ പർദീസയിൽ അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും മടിയിൽ പാർക്കത്തക്കവണ്ണം ദൈവം അവന് അവസരം കൊടുക്കും. ആ നിത്യതയിൽ അവൻ സുഖം പ്രാപിച്ച് ആനന്ദത്തോടുകൂടി കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ജീവിക്കുമെന്നുള്ള വിവരം നാം മറക്കാതിരുന്നാൽ ഈ ലോകത്തിൽ നമുക്ക് നമ്മുടെ ബാക്കിയുള്ള ജീവിതം വിശ്വാസത്തോടുകൂടി ജീവിച്ച് ദൈവത്തിൽ നമ്മെ തന്നെ ശരണപ്പെടുത്തി നമുക്ക് ജീവിക്കുവാൻ സാധിക്കും. അതിനു വേണ്ടിയിട്ട് നാം ഓരോരുത്തരും ചെയ്യേണ്ടത് നമ്മുടെ കർത്താവ് നമ്മെ ഉപദേശിച്ചു തന്ന കാര്യങ്ങളിലോ നമ്മുടെ അപ്പോസ്തലന്മാർ നമ്മെ പഠിപ്പിച്ചതോ ഇതുവരെ രണ്ടുപേരിൽ നിന്നും കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം നമ്മുടെ പിതാക്കന്മാർ നമ്മെ ഉപദേശിച്ചതോ ആയ ആ രീതിയിൽ നാം ജീവിക്കുന്നുവെങ്കിൽ നാം ദൈവത്തിൻ്റെ മക്കളായി തീർന്നു എന്ന് മാത്രമേ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.